ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യ സെക്ഷനായ വെക്റ്റർ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ വെക്റ്റർ ഫംഗ്ഷൻസ് എന്നുള്ളത് സെക്ഷൻ വരുന്നത് സെക്ഷൻ 9.1 ആണ്. ആദ്യമായി ഞാൻ രണ്ട് ആക്സിസ് വരയ്ക്കാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അതിലൊരു ജനറൽ പോയിന്റ് ആയിട്ട് ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദാറ്റ് പി ഈക്വൽ ടു സം എക്സ് കോമ വൈ. ഏതോ ഒരു ജനറൽ പോയിന്റ് ആണ് പി, which is represented by an ordered pair x, y. നമുക്ക് ഈ പ്ലെയിനിനെ എന്ത് പ്ലെയിൻ എന്ന് വിളിക്കാം? എക്സ് വൈ പ്ലെയിൻ എന്ന് വിളിക്കാം. ഇനി എക്സ് എന്നുള്ളതും വൈ എന്നുള്ളതും മറ്റൊരു പാരാമീറ്ററിലുള്ള ടേംസ് ആണെന്ന് കരുതാം. എക്സ് എന്നുള്ളതും വൈ എന്നുള്ളതും ടി എന്നുള്ള പാരാമീറ്ററിന് ഉള്ള ടേംസ് ആണ്. ലെറ്റ് ഇറ്റ് ബി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സം ജി ഓഫ് ടി. അപ്പൊ എക്സും വൈയും ഏതിലുള്ള പാരാമീറ്ററിലുള്ള ഫംഗ്ഷൻസ് ആയി മാറി? ടി എന്നുള്ള പാരാമീറ്ററിലുള്ള ഫംഗ്ഷൻസ് ആയിട്ട് മാറി. ഇത്തരത്തിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള പാരാമെട്രിക് രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം റെപ്രസെന്റേഷൻസിനെ നമ്മൾ വിളിക്കും പാരാമെട്രിക് റെപ്രസെന്റേഷൻസ്. ഇനി എഫ് എന്നുള്ളതും ജി എന്നുള്ളതും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെന്ന് കരുതാം. എഫും ജിയും കണ്ടിന്യൂസ് ആണ്. എക്സ് എന്നുള്ളത് എഫ് ഓഫ് ടി ആണ്, വൈ എന്നുള്ളത് ജി ഓഫ് ടി ആണ്. ആൻഡ് കണ്ടിന്യൂസ് ഓൺ ടി വാരിയിങ് ഫ്രം എ ടു ബി. അതായത് എ മുതൽ ബി വരെയുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ടി വാരി ചെയ്യുമ്പോൾ ആ റീജിയനിൽ എഫ് എന്നുള്ളതും ജി എന്നുള്ളതും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എക്സ് എന്നുള്ളത് ടിന്റെ ടേമിൽ എഫ് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു, വൈനെ ടിന്റെ ടേമിൽ ജി ഓഫ് ടി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി. എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അത്തരത്തിലെ പോയിന്റ്സിന്റെ കളക്ഷൻസ് ഒക്കെ എടുക്കുക. ദാറ്റ് ഈസ് പോയിന്റ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ പോയിന്റ്സിന്റെ കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ സെറ്റ് ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യാം. ആ സെറ്റിൽ ആരാണ് വരുന്നത്? സെറ്റ് ഓഫ് ഓൾ x is equal to f of t, y is equal to g of t. പ്രത്യേകതകള് എഫും ജിയും കണ്ടിന്യൂസ് ആണ് ഓൺ a less than or equal to t less than or equal to b. ഈ റീജിയനിൽ എഫും ജിയും കണ്ടിന്യൂസ് ആയിട്ടുള്ള രൂപത്തിലുള്ള എക്സ് കോമ വൈ എന്നുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്തു. ആ പോയിന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ പാരാമെട്രിക് കർവ്, സിംപ്ലി കർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു പാരാമെട്രിക് കർവ് അല്ലെങ്കിൽ കർവ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, y is equal to g of t, where f and g are continuous on closed interval a, b. ഇനി ഈ പാരാമീറ്ററിൽ ഞാൻ എഫ് ഓഫ് ടിനെ ടി ആക്കിയിട്ട് ഡിഫൈൻ ചെയ്തു. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ എഫ് എന്തായിരിക്കണം? എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അതിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറും. ടീനെ ടിയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നത്. അപ്പൊ എഫ് കണ്ടിന്യൂസ് ആണ്. f of t is equal to t, where f is continuous for every t belongs to R. R ലുള്ള ഏത് പോയിന്റ് എടുത്താലും f continuous ആണ്. And let g be another continuous function. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന് നമുക്ക് ഏത് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം? x is equal to t, y is equal to g of t, which is equal to x equal to t ആണ്. ദാറ്റ് മീൻസ് ടീനെ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യാം? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഈ സെറ്റ് ആരായിട്ട് മാറും? y is equal to g of x. അപ്പൊ ഇതിന് നമുക്ക് എഴുതാം സെറ്റ് ഓഫ് ഓൾ x, y
such that y is equal to g of x. ഈ രൂപത്തിലും നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാം? കർവിനെ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഏത് ഫോമിലല്ല? പാരാമെട്രിക് ഫോമിലല്ല. അതുകൊണ്ട് ഇതിനെ പ്ലെയിൻ കർവ് ഓർ സിംപ്ലി കർവ് എന്ന് വിളിക്കും. ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പാരാമെട്രിക് കർവ് ഇൻ പ്ലെയിൻ ഓർ സിംപ്ലി കർവ് എന്നും അതിന് വിളിക്കാം. അപ്പൊ ഒരു കർവ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് x is equal to f of t, y is equal to g of t, where f and g are continuous on closed interval ab, or simply set of all y equal to g of x, set of all x, y, where y is equal to g of x. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കർവ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വെക്റ്റർ വാല്യൂയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ടേംസുകൾ പറയാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് നമ്മൾ കേട്ടതാണ്, കോംപ്ലക്സ് എന്നുള്ളത് നമുക്കറിയാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണം? ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും. ആ ഇൻപുട്ടില് നമ്മളെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടില് നമ്മൾ എഫ് ആക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം, ബിലോങ്സ് ടു ആർ ആയിരിക്കണം. കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്ന ഇൻപുട്ടില് നമ്മുടെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഏത് നമ്പർ ആയിരിക്കണം? ബിലോങ്സ് ടു സി ആയിരിക്കണം, കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. അപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ത് ഡെഫിനിഷൻ ആണോ, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എന്ത് ഡെഫിനിഷൻ ആണോ നമ്മൾ പറഞ്ഞത്, അതേപോലെ തന്നെ ആർക്കുള്ള ഡെഫിനിഷൻ പറയാം? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനുള്ള ഡെഫിനിഷൻ പറയാം. ഇതേപോലെ പറയുകയാണെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും. ആ ഇൻപുട്ടിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് ആരായിരിക്കേണ്ടി വരും? ഇറ്റ് വിൽ ബി എ വെക്റ്റർ. ദാറ്റ് മീൻസ് ഒരു ഇൻപുട്ടിൽ നമ്മുടെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വെക്റ്റർ കിട്ടുന്നത്. അപ്പൊ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആണ്. ഫംഗ്ഷൻസിന്റെ റേഞ്ച് സ്പേസിൽ ആര് വരണം? ഇൻപുട്ടിന്റെ സ്പേസിനെയാണ് നമ്മൾ ഡൊമൈൻ സ്പേസ് എന്ന് വിളിക്കുക. അതേപോലെ ഔട്ട്പുട്ടിന്റെ സ്പേസിനെയാണ് നമ്മൾ റേഞ്ച് സ്പേസ് എന്ന് വിളിക്കുക. ഇൻപുട്ടിന്റെ സ്പേസിന് എന്തോ ആയിക്കോട്ടെ, ഇൻപുട്ട് എന്ത് കൊടുത്താലും ഔട്ട്പുട്ട്, അതായത് റേഞ്ച് സ്പേസിൽ ആര് വരണം? വെക്റ്റർ ഫംഗ്ഷൻസ്, വെക്റ്റർ വരണം. ദാറ്റ് മീൻസ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് സെറ്റിൽ ആരായിരിക്കണം? വെക്ടേഴ്സിന്റെ കളക്ഷൻ ആയിരിക്കണം. അപ്പൊ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് സെറ്റിലുള്ള കളക്ഷൻ മൊത്തം വെക്ടേഴ്സ് ആയിരിക്കണം. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ നമ്മൾ സിംപ്ലി വെക്റ്റർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. Therefore, a vector function is a function whose range set consists of vectors. സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ടൈം എന്നുള്ള പാരാമീറ്റർ ആയിട്ട് ടി എടുത്തു. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റർ ആയിട്ട് ടി എടുത്തു. ഒരു സമയത്ത് ടി എന്നുള്ള സമയത്ത് ഒരു പാർട്ടിക്കിളിന്റെ മൂവിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ആയിട്ട് വി ഓഫ് ടി എടുത്തു. ടൈം എന്നുള്ളത് എവിടെയുള്ള നമ്പർ ആണ്? സ്കാലാർ ആണ്, ബിലോങ്സ് ടു ആർ ആണ്. വി ഓഫ് ടി വെലോസിറ്റി എന്നുള്ളതോ ഇറ്റ് ഈസ് എ വെക്റ്റർ. അപ്പൊ നമ്മുടെ ടൈം പാരാമീറ്റർ സ്കാലാർ ആണ്. സ്കാലാറിന്റെ ഔട്ട്പുട്ട് വി എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ആക്ട് ചെയ്തപ്പോ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത് എന്താണ്? വെക്റ്റർ ആണ്. ദാറ്റ് മീൻസ് റേഞ്ച് സെറ്റിൽ കൺസിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് മൊത്തം വെക്ടേഴ്സ് ആണ്. Therefore, the velocity operation, the velocity function is a vector function. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിനൊരു പാരാമെട്രിക് രൂപത്തിൽ നമ്മൾ കോർഡിനേറ്റ് പെയറിൽ ഐ യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ടുള്ള ഐ എന്നുള്ള യൂണിറ്റ് വെക്ടറും ജെ എന്നുള്ള യൂണിറ്റ് വെക്ടർ എടുത്താൽ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ എങ്ങനെ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യും എന്ന് നോക്കാം.
നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഒരു XY പ്ലെയിന് ഞാൻ എടുത്തു. XY പ്ലെയിനിൽ ഒരു ജനറൽ പോയിന്റ് ആയിട്ട് x, y എടുത്തു. X ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് I ക്യാപ്പ് എടുത്തു. Y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് J ക്യാപ്പ് എടുത്തു. ഈ പൊസിഷൻ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, 0 എന്ന് x ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് ഇയാള്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇയാള്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെക്ടർ കിട്ടാൻ x എന്നുള്ള സ്കാലാർ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സം x എന്നുള്ള സ്കാലാർ ആണെങ്കിൽ ആ സ്കാലാറിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതൊരു സ്കാലാറിനെയും ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി എ വെക്ടർ. അപ്പൊ നമ്മൾ ഒരു വെക്ടർ കിട്ടി x I ക്യാപ്പ്. ഇനി ഈ ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് y ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് J ക്യാപ്പ്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കാണാം, y പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 0, 0 എന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് y എന്നുള്ള നമ്പർ ആയിട്ട് മാറും. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ള വെക്ടർ കിട്ടാന് J ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടറിനെ y എന്നുള്ള സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു വെക്ടറിന് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ കിട്ടുന്നത് എന്തായിരിക്കും? റിസൾട്ടന്റ് ഒരു വെക്ടർ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി റെപ്രസെന്റഡ് ബൈ y into J cap, y J cap. ഈ വെക്ടറിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി, അപ്പോഴും അയാൾ ആരെന്നെയാണ്? y J cap. ഈ ഡിസ്റ്റൻസ് y ആണ്, ഇതേപോലെ അങ്ങോട്ട് മൂവ് ചെയ്തതാണ്. ഈ ഡിസ്റ്റൻസ് y ആണ്, ഈ വെക്ടർ J cap ആണ്. അതുകൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ y J cap ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടി, x I cap, y J cap. രണ്ട് വെക്ടേഴ്സ്. ഈ വെക്ടറിന്റെ ടൈലിലാണ് ഇയാളെ കൊടുന്നു വെച്ചിരിക്കുന്നത്. ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ വെച്ചാൽ നമുക്ക് റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് ആരെ കിട്ടും? ഇയാളായിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ ബൈ ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ. ഇറ്റ് ഈസ് x I cap പ്ലസ് y J cap. അതിന് ഞാൻ സം 6 എന്നുള്ള രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. x I cap എന്താണ്? ഒരു വെക്ടർ ആണ്. y J cap മറ്റൊരു വെക്ടർ ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടന്റ് ഒരു വെക്ടർ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി r ഈക്വൽ ടു x I cap പ്ലസ് y J cap. ഇനി നമ്മൾ x, y എന്നുള്ള പെയറിനെ എങ്ങനെയാക്കിയിട്ടാണ് പാരാമെട്രിക് ഫോമിൽ ഡിഫൈൻ ചെയ്തത്? x, y ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു സം f of t, y is equal to some g of t, where f and g are continuous functions on closed interval a b. അപ്പൊ x-ന് f of t എന്നും y-ന് g of t യും വെച്ചിട്ട് ഇയാളെ വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് r ഈക്വൽ ടു കിട്ടിയത് എന്തായിരുന്നു? x I cap പ്ലസ് y J cap. x എന്താണ്? f of t I cap plus g of t J cap. It is in the parameter t. Therefore, r of t is equal to f of t I cap plus g of t J cap. r of t ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ആര് വരും? r of t is equal to f of t I cap plus g of t J cap. ആരാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെക്ടർ. ഈ വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ അറ്റ് ദ പോയിന്റ് x of t, y of t. അപ്പൊ പൊസിഷൻ വെക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, വെക്ടർ റെപ്രസെന്റേഷൻ പറഞ്ഞു, വെക്ടർ ഫംഗ്ഷൻസും പറഞ്ഞു. ഇനി നമുക്കൊരു വെക്ടർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ നോക്കാം. അടുത്തതായിട്ട് നമുക്കൊരു വെക്ടർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ഒരു എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ r of t ആയിട്ട് പൊസിഷൻ വെക്ടർ ആയിട്ട് r of t is equal to 2 cos t I plus 2 sin t j plus tk, t greater than or equal to 0 എന്നുള്ള ഫംഗ്ഷൻ എടുത്തു.
ഇതാണ് നമ്മുടെ ആർ ഓഫ് ടി. ഇവിടെ നോക്കുക, ഐ ക്യാപ്പ് ഉണ്ട്, ജെ ക്യാപ്പ് ഉണ്ട്, കെ ക്യാപ്പ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പൊസിഷൻ വെക്ടർ ഏതായിരുന്നു? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ ക്യാപ്പ് പ്ലസ് വൈ ഓഫ് ടി ജെ ക്യാപ്പ്. ഇവിടെ ആരില്ല? ടി ക്യാപ്പ് ഇല്ല. ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെഡ് കോർഡിനേറ്റിലുള്ള യൂണിറ്റ് വെക്ടറാണ് സെഡ് കോർഡിനേറ്റിലുള്ള യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. ടി ക്യാപ്പ് അല്ല, ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാണ് കെ ക്യാപ്പ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഏത് പ്ലെയിനിലായിരുന്നു? എക്സ് വൈ പ്ലെയിനിലാണ് പൊസിഷൻ വെക്ടറും വെക്ടർ ഫംഗ്ഷൻസും എല്ലാം ഡിസ്കസ് ചെയ്തത്. അതേ സാധനത്തിനെ തന്നെ നമുക്ക് എങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ത്രീ ഡയമെൻഷണൽ സ്പേസിലേക്കും എക്സിസ്റ്റ് ചെയ്യാം. എക്സ് വൈ സെഡ് എന്നുള്ള സ്പേസിലേക്ക് എക്സിസ്റ്റ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതിന് പകരം സെഡ് ഈക്വൽ ടു സം കെ ഓഫ് ടി എന്നുള്ള രൂപത്തിൽ റെപ്രസെന്റ് ചെയ്താൽ ആർ ഓഫ് ടി ആരായിട്ട് മാറും? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി കെ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് കെ ഓഫ് ടി കെ വരും. ആ കെ കൊടുത്തതാണ് ടോട്ടലി ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യിപ്പിച്ചത്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് കെ ഓഫ് ടി കെ എന്ന് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ പറയാം. ഇവിടെ തന്ന ഫംഗ്ഷൻ എവിടെയാണ്? ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ള ഫംഗ്ഷൻ ആണ്. ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 കോസ് ടി ഉണ്ട്, ജി ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 സൈൻ ടി ഉണ്ട്, കെ ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടി ഉണ്ട്. അപ്പൊ എഫ് ഓഫ് ടി ആരാണ്? എക്സ് ആരായിട്ട് മാറും? വിൽ ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആരാണ്? 2 കോസ് ടി, കോമ ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് ജെന്റെ കൂടെ ഉള്ളത് 2 സൈൻ ടി, ജി ഓഫ് ടി ആരാണ്? വൈ, കോമ വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ ടി ആൻഡ് കെന്റെ സ്ഥാനത്ത് കെ ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി വരുന്നു. കെ ഓഫ് ടി ആരാണ്? സെഡ്, കോമ സെഡ് ഈക്വൽ ടു ടി. അപ്പൊ ആർ ഓഫ് ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നു. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സും വൈയും സെഡും ഫൈൻഡ് ചെയ്തു. ഇനി ഈ വെക്ടർ ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും സെഡും മാറുന്നതിനനുസരിച്ചിട്ട് ഏതൊക്കെ പോയിന്റ്സ് ആണ് വരിക എന്ന് നോക്കേണ്ടത്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും വേണം. ഈ 3 പോയിന്റ്സിലാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സും വൈയും മാറുന്നതിനനുസരിച്ചിട്ട് സെഡിന്റെ വാല്യൂ എന്താന്ന് നോക്കിയാൽ മതി. കുറച്ച് പോയിന്റ്സ് ആയിട്ട് എക്സ് വൈ സെഡ്. എക്സ് ആരാണ്? 2 കോസ് ടി, വൈ 2 സൈൻ ടി, സെഡ് ടി. ടി എന്നുള്ള പാരാമീറ്റർ ആയിട്ട് നമ്മൾ ആംഗിൾ കൺസിഡർ ചെയ്യാം. അതായത് ടി എന്നുള്ളത് ആംഗിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് മാറിക്കോളും? എക്സും വൈയും മാറിക്കോളും. ഇനി ടി എന്നുള്ള പാരാമീറ്റർ നമ്മൾ ഇങ്ങനെ വാരി ചെയ്യിപ്പിക്കുക. ആംഗിൾ വാരി ചെയ്യിപ്പിക്കുക മീൻസ് 0 to 2π ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ടി 0 ആകുമ്പോ എക്സ് വാല്യൂ 2 കോസ് ടി, ടി 0 ആകുമ്പോ കോസിന്റെ വാല്യൂ 1 വരും, എക്സ് വാല്യൂ 2, സൈനിന്റെ വാല്യൂ 0 വരും. 2 0 0. നൗ ടി π/2 ആണെന്ന് എഴുതാം. ടി π/2 ആകുമ്പോ എക്സ് വാല്യൂ π/2 ആരാ? 1, സൈന് 1. ഇവിടെ 2 വരും, ഇവിടെ 0 വരും. ഇനി ടി π/2 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡ് ആംഗിൾ വരുന്നത് π/2 π എടുക്കാം. ടി π ആവുമ്പോ പൈയില് സൈനിന്റെ വാല്യൂ സൈൻ പൈ, സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് വരുന്നത് ഇത് സൈനാണ്,
ഇയാള് കോസ് ആണ്. സൈൻ പൈ ഇവിടെ π/2 വരും, ഇവിടെ π വരും. സൈൻ പൈ 0 ആണ്. സൈൻ പൈ 0 വരുമ്പോൾ ഇവിടെ 0 വരും. കോസ് പൈ ഇവിടെ π/2 കോസ് പൈ മൈനസ് വരും. -2 0 π വരും. ഇനി അടുത്ത ആംഗിൾ ആയിട്ട് π/2 കഴിഞ്ഞാല് 3π/2. 3π/2 എടുക്കുമ്പോൾ എന്ത് വരും എന്ന് നോക്കാം. 3π/2 എടുക്കുമ്പോൾ എക്സ് വാല്യൂ 3π/2 സൈൻ വാല്യൂ ഇവിടെ വരും, എക്സ് വാല്യൂ ഇവിടെ വരും. എക്സ് വാല്യൂ 0 ആയിട്ട് മാറും. കോസ് 0 ആണ്. മറ്റേടത്ത് -2 വരും. നൗ 2π ആവുമ്പോൾ വീണ്ടും ഇയാൾ തന്നെ വരും. 2πയില് എക്സ് വാല്യൂ 2 വരും, വൈ വാല്യൂ 0 വരും. ഇനി ഇതങ്ങോട്ട് പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കർവ് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിന്റെ കർവ് ആണെങ്കിൽ എക്സ് പ്ലെയിനും വൈ പ്ലെയിനും എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും വേണം. ഞാൻ ജസ്റ്റ് ഒരു ആക്സിസിന്റെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. സാധാരണ നമ്മുടെ ഒരു ഇർക്കിളിയും തെർമാഗോളും ആണ് ഇതെന്ന് കണ്ടാല്, പക്ഷെ ഒരു മാത്തമാറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ് ആക്സിസും ഇയാള് വൈ ആക്സിസും ഇയാള് സെഡ് ആക്സിസും ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി ആംഗിൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. ടി 0 ആണ്. അതായത് എക്സ് എന്നുള്ളതും വൈ എന്നുള്ളതും 0 എന്നുള്ള പോയിന്റ്. ടി 0 ആവുമ്പോ ആംഗിൾ 0 ആവുമ്പോ ഈ എക്സ് ആക്സിസിൽ നമുക്ക് ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്യാം. ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോ π/2 വരും. ഇവിടെ എത്തുമ്പോ π വരും. ഇത് 3π/2 വരും. ഇത് 2π വരും. ഈ ഒരു രൂപത്തിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. നൗ ടി എന്നുള്ള ആംഗിൾ 0 ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ 0 ആകുമ്പോൾ ഏത് ഡയറക്ഷനിൽ വരും? ഈ ഡയറക്ഷനിലാണ് ടി എന്നുള്ള പോയിന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ സെഡ് ആക്സിസ്. സെഡ് ആക്സിസിൽ എന്താണ് മാർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒക്കെ വരുന്നത് എന്താണ്? ഇത് എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിന്റ്സ് റിയൽ നമ്പേഴ്സ് ആണ്. എക്സില് റേഞ്ച് സെറ്റിൽ വരുന്നത് മൊത്തം നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ നമ്പേഴ്സും വരില്ല. കാരണം കോസിന്റെ വേരിയേഷനും സൈനിന്റെ വേരിയേഷനും കോസ് മാക്സിമം 1ഉം മിനിമം -1 ആണ്. അപ്പൊ 2 കോസിന്റെ മാക്സിമം 2ഉം മിനിമം -2 ആയിക്കാരം. അപ്പൊ 2ക്കും -2നും ഇടയിൽ എക്സിന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. അതേപോലെ വൈന്റെ വാല്യൂ എന്തിനിടയിൽ ഉണ്ടാവുള്ളൂ? ഇത് 0, ഇത് 1, ഇത് 2 ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് -1, -2, 1, 2, -1, -2. ഇതിന്റെ ഇടയിലെ എക്സും വൈയും വേരി ചെയ്യുള്ളൂ. സെഡ് ഈ ആക്സിസിൽ വേരി ചെയ്യണ്. സെഡ് എന്ത് ആണ്? ആംഗിൾ ആണ്. 0, π/2, π എന്നുള്ള രൂപത്തിൽ ഈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ആക്സിസിൽ വരുന്നത് ആംഗിൾ ആണ്. ഈ ആക്സിസിലും വരുന്നത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് മൊത്തം വരും. പക്ഷെ നമ്മുടെ റേഞ്ചിൽ ആര് വരുന്നേ ഉള്ളൂ? എക്സ് മാക്സിമം 2 വരെ പോവും, മിനിമം -2 വരെ പോവും. വൈ മാക്സിമം 2 വരെ പോവും. വൈ മിനിമം -2 വരെ പോവും. ഇനി എക്സും വൈയും നമുക്കറിയാം. x = 2 cos t, y = 2 sin t. നമ്മളെ കയ്യിലുണ്ട് x = 2 cos t, y = 2 sin t. അതിമെന്ന് നമുക്ക് x² + y² ചെയ്താൽ എന്ത് വരും? x² + y², 2² cos² t, 2² cos² t, y² എന്താ? 2² sin² t. അപ്പൊ രണ്ടിലും ആര് കോമൺ ആണ്? 2ന്റെ സ്ക്വയർ കോമൺ ആണ്. 2² പുറത്തെടുത്തു. പിന്നെ വരുന്നത് cos² t + sin² t. cos² t + sin² t യുടെ വാല്യൂ 1 ആണ്. 2² 4 വരും. will implies നമുക്ക് കിട്ടും x² + y² = 2². x² + y² = sum r². ഇതെന്താ സാധനം? 6 റേഡിയസ് ഉള്ള 0, 0 സെന്റർ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇയാള്. അപ്പൊ x² + y² = 2² വരുമ്പോ t എന്നുള്ള പോയിന്റ് എന്താണ്? 0 ആണെന്ന് അസ്യൂം ചെയ്യാം. t എന്നുള്ള പോയിന്റ് 0 ആകുമ്പോ x വാല്യൂ എന്താണ്? 2.
y വാല്യൂ 0. ടി എന്നുള്ള പോയിന്റ് 0 ആണ്, ആംഗിൾ 0 ആണ്, എക്സ് വാല്യൂ 2 ആണ്, y വാല്യൂ 0. y വാല്യൂ 0 എന്ന് വരുമ്പോ ഇത് വരും. അപ്പൊ 0 2 2 ഇതിന് ഓർഡേർഡ് പെയർ ആയിട്ട് 2, 0 0 വരും. 2 ഇവിടെ ഉണ്ട്, 0 ഇവിടെ ഉണ്ട്. എക്സില് ഈ പോയിന്റ് വൈന്റെ പോയിന്റ് 0 ആയിട്ട് മാറും, z പോയിന്റ് 0 ആയിട്ട് മാറും. അപ്പൊ 2 0 0 എന്നുള്ള പോയിന്റ് ഇയാൾ വരും. ഇനി ടി വാരി ചെയ്യുന്നതിന് പകരം എക്സും വൈയും കൊണ്ട് വാരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. ടീനെ ഞാൻ ഫിക്സ് ചെയ്തു 0 ആയിട്ട്. ടീനെ 0 ഫിക്സ് ചെയ്താൽ എക്സും വൈയും ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇയാളെ കിട്ടി. ഇനി നമുക്ക് ആരെ വാരി ചെയ്യിപ്പിക്കണം? ടി 0 ആണ്, ടീനെയും എക്സിനെയും വൈനെയും വാരി ചെയ്യിപ്പിക്കണം. എന്തായാലും x² + y² എന്നുള്ളത് എന്തിന്റെ ഇക്വേഷൻ ആണ്? x² + y² r² എന്നുള്ളത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. x z π/2. z π/2 എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ 0 താഴെ ഉണ്ട്, കുറച്ച് മുകളിലായിട്ട് π/2 എന്നുള്ള പോയിന്റ് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എന്താ വരുന്നത്? 2. ഇതിന് പോയിന്റ് z π/2 ആണ്. അതിന്റെ y വാല്യൂ, y ആക്സിസ് ഇയാളാണ്, y വാല്യൂ ഇയാൾ വരുമ്പോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 2 ആണ്. അപ്പോ ഈ 2 π/2 z ഡിസ്റ്റൻസ് വരുന്ന മാതിരി നമുക്ക് ഇവിടെ ഈ മാർക്കറിന്റെ പോയിന്റ് നിൽക്കുന്ന സ്ഥലത്ത് ഈ രണ്ട് പോയിന്റും കൂടി റെപ്രസെന്റ് ചെയ്യുമ്പോൾ വരും. ആരൊക്കെ? π/2ഉം വൈന്റെ വാല്യൂ 2ഉം. ആ സമയത്ത് എക്സ് എന്താണ്? 0 ആണ്. എക്സ് 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ തന്നെ. അപ്പൊ 0 2 π/2 എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് 0 ആയിരിക്കണം, y ഡിസ്റ്റൻസ് 2 ആയിരിക്കണം, z ഡിസ്റ്റൻസ് π/2 ആയിരിക്കണം. അപ്പൊ എനിക്ക് ഇവിടെ ഉള്ള ഒരു പോയിന്റ് കിട്ടും. ഈ പ്ലെയിനില് ഈ സ്പേസില് ഇതിന്റെ മാർക്കർ പോയിന്റ് നിൽക്കുന്ന സ്ഥലത്തുള്ള പോയിന്റ് ആണ് 0 2 π/2. ഇവിടെ ഏതായിരുന്നു ആംഗിള്? 0. അപ്പൊ 0 മുതൽ π/2 വരെ എക്സ് വാല്യൂസും y വാല്യൂസും z വാല്യൂസും മാറുമ്പോ ഇവിടുന്ന് ഒരു സർക്കുലാർ പാത്തിൽ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഒരാൾ വരും. ഇനി അടുത്തത് നമ്മൾ പൈയിലേക്ക് എത്താം. പൈയിലേക്ക് എത്തുമ്പോ എക്സിന്റെ വാല്യൂ -2 ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ സാധനം -2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരും. എക്സിൽ -2, വൈയിൽ അപ്പൊ എന്താണ്? 0. എക്സിൽ -2, വൈയിൽ 0 എന്ന് പറഞ്ഞാൽ -2, 0 എന്നുള്ള പോയിന്റ് ഇയാൾ തന്നെയാണ്. ഇതാണ് ഇതിന്റെ -2, 0 എന്നുള്ള പോയിന്റ്. പ്ലെയിനിൽ നോക്കുമ്പോ അത് സ്പേസിലാണ് നമുക്ക് പറയേണ്ടത്. -2 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. z ന്റെ വാല്യൂ എന്തായിട്ട് മാറിയിരിക്കണം? π/2 എന്ന് കുറച്ചും കൂടി പോയിട്ട് പൈയിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ പോയിന്റിന്ന് ഇങ്ങോട്ട് ആംഗിൾ ഇങ്ങനെ വേരി ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇവിടെ ആര് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കണ്ട് കയറിയിട്ട് ഇവിടെ എത്തുന്ന രൂപത്തിൽ വരും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആംഗിൾ നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ 3 π/2 3 π/2 എന്ന് പറഞ്ഞാൽ ആംഗിൾ 3 π/2 3. ആംഗിൾ 3 π/2 എന്ന് പറഞ്ഞാൽ z ആക്സിസിൽ കുറച്ചും കൂടി മുകൾക്ക് വന്നു. ആ സമയത്ത് എക്സിന്റെ വാല്യൂ 0, വൈന്റെ വാല്യൂ -2. വൈന്റെ വാല്യൂ -2 ഇവിടെ ഉണ്ട്, എക്സ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ -2 0 എന്നുള്ളത് ഈ പോയിന്റ് ആയിട്ട് മാറും. z കോർഡിനേറ്റ് പൈ ആണ്, പൈ അല്ല 3 π/2. അപ്പൊ 3 π/2 ഇവിടെ വരും. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി ഹൈറ്റിലാണ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ മാർക്കർ പോയിന്റ് ഒരു സർക്കുലർ മോഷനിൽ തന്നെയാണ് പ്ലെയിനിൽ മൂവ് ചെയ്യുന്നത്. പ്ലെയിനിൽ x² + y² r² ആണ്. അപ്പൊ പ്ലെയിനിൽ ഒരു സർക്കിൾ ഇങ്ങനെ പ്രതിബിംബം കാണുന്ന രൂപത്തിലുണ്ടാവും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്നു വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് 2πയിലേക്ക് പോകുമ്പോൾ 2π പറഞ്ഞാൽ ഇത് 3 π/2 ആണെങ്കിൽ കുറച്ചും കൂടി മുകളിലെത്തുമ്പോൾ 2π ആവും. 2π ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 2 ആണ്. എക്സിന്റെ വാല്യൂ 2 മീൻസ് ഇവിടെ എത്തി. വൈന്റെ വാല്യൂ 0 ആണ്. വൈന്റെ വാല്യൂ 0 ആകുമ്പോൾ 2, 0 2π. ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞു. ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോൾ ഇവിടെ 2π എത്തും. 2π എത്തുന്ന സമയത്ത് ഇവിടെ 3 π/2 ആകുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റർ കിട്ടിയത്. ഇനി ഒരു സർക്കുലർ മോഷനിൽ വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്യും, ഹൈറ്റിലേക്ക് എത്തും. ഇനി അടുത്ത റൊട്ടേഷൻ വരുമ്പോൾ ഇയാൾ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് റൊട്ടേഷൻ കിട്ടും. അപ്പൊ എങ്ങനെയാണ് മൂവ്മെന്റ് വരുന്നത്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ട്
ഇൻക്രീസ് ചെയ്ത് ഈ ഒരു മോഷനിലാണ് പോണത്, ഒരു ഹെലിക്സിന്റെ ഷേപ്പിലാണ് പോകുന്നത്, അടിയിലുള്ള പ്രതിബിംബം എന്തായിട്ട് കിട്ടും? സർക്കിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ സാധനത്തിന് നമ്മൾ ഒരു സർക്കുലാർ ഹെലിക്സിന്റെ ഇക്വേഷൻ ആയിട്ട് പറയാറുണ്ട്. ഒരു സർക്കുലാർ ഹെലിക്സിന്റെ ഇക്വേഷൻ ആണ് r of t is equal to 2 sin t I plus 2 sin t j k plus t k എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലാർ ഹെലിക്സിന്റെ ഇക്വേഷൻ ആണ്. ഹെലിക്സിന്റെ ഫിഗർ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഹെലിക്സ് വരുന്നതെന്നും പറഞ്ഞു. ഇവിടെ നോക്കുക, r of t is equal to 2 cos t plus 2 sin t j. രണ്ടും സെയിം പോയിന്റ് ആണ് 2. ഇതിന് പകരം സം ഫിക്സഡ് എ എന്നുള്ളൊരു സ്കേലാർ ആണെങ്കിൽ r of t is equal to a cos t I plus a sin t j plus a t k എന്നാണെന്ന്, സോറി a t k അല്ല, പ്ലസ് t k cap ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അതൊരു സർക്കുലാർ ഹെലിക്സ് ആയിരിക്കും. നമുക്ക് പ്ലെയിനിൽ കിട്ടുന്ന പ്രതിബിംബമായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിന്റെ റേഡിയസ് എന്ത് വരും? a വരും. അപ്പൊ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 2 സ്ക്വയർ കിട്ടിയതിന് a സ്ക്വയർ വരും. അത്തരം ഫിഗറുകളെ അല്ലെങ്കിൽ ട്രേസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ഹെലിക്സ്. ഇനി ഇതാ സാധനത്തിന് പകരം ഞാൻ രണ്ടും സെയിം നമ്പർ അല്ലാതെ നമ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അത് r of t is equal to a cos t I plus a sin t j plus t k cap, t greater than or equal to 0. ഈ സമയത്ത് നമുക്ക് x is equal to ആരാണ്? f of t ആണ്. x is equal to a cos t വരും. y is equal to a sin t, z is equal to t. ഞാൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, x സ്ക്വയറിൽ സോറി രണ്ടും a അല്ല, നമ്മൾ എടുത്ത പോയിന്റ് ഇയാള് b, ഇയാള് b. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തു. അതിന് പകരം ഞാൻ ഇതിമെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് x ബൈ a എന്ത് ചെയ്യാം? കോസ് ടി എഴുതാം. y ബൈ b എന്ത് ചെയ്യാം? സൈൻ ടി എഴുതാം. രണ്ട് സൈഡിലും x ബൈ a ഹോൾ സ്ക്വയറും y ബൈ b ഹോൾ സ്ക്വയറും കൂടി ഒന്ന് ആഡ് ചെയ്യാം. x ബൈ a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി വരും. ഒറ്റ സെക്കൻഡ്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? x ബൈ a സ്ക്വയർ പ്ലസ് y ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഇങ്ങനെ ചെയ്യണ്ട. x ഈക്വൽ ടു x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെയല്ലേ എലിപ്സിന്റെ ഇക്വേഷൻ? എലിപ്സിന്റെ ഇക്വേഷൻ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പൊ എക്സിന് എനെ ഇങ്ങോട്ട് കൊടുത്താല് x സ്ക്വയർ ബൈ a സ്ക്വയർ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ടി വരും, y സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി വരും. രണ്ടും കൂടി ആഡ് ചെയ്താൽ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 വരും. ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എലിപ്സ്. അപ്പൊ നമുക്ക് x y z എന്നുള്ള പാരാമീറ്ററിനെ ഞാൻ മാറ്റി വെച്ചു. ഇനി z വാരി ചെയ്യിപ്പിക്കണം. എക്സും വൈയും വാരി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? z എന്നുള്ള പാരാമീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ r of t എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സും വൈയും മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. എക്സും വൈയും മാത്രമേ ഉള്ളെങ്കിൽ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആയിട്ട് മാറും. ഇനി z ആക്സിസിൽ ആര് മാറുന്നുണ്ട്? ആംഗിൾ മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിന് പകരം നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രേസ് ചെയ്യും. ആ ട്രേസ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? എലിപ്റ്റിക്കൽ ഹെലിക്സ് എന്ന് വിളിക്കും. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സർക്കുലാർ ഹെലിക്സിന്റെ ഇക്വേഷനും എലിപ്റ്റിക്കൽ ഹെലിക്സിന്റെ ഇക്വേഷനും. സർക്കുലാർ ഹെലിക്സ്
നമ്മൾ ഇക്വേഷൻ പറഞ്ഞത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സർക്കുലർ ആണ് എ സൈൻ ടി ജെ പ്ലസ് ടി കെ. അതായത് എക്സ് ആരാണ്? എ കോസ് ടി, വൈ എ സൈൻ ടി, സെഡ് ടി. പിന്നീട് നമ്മൾ പറഞ്ഞത് സർക്കുലർ ഹെലിക്സ് പറഞ്ഞു, എലിപ്റ്റിക്കൽ ഹെലിക്സ്. എലിപ്റ്റിക്കൽ ഹെലിക്സ് എക്സ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ പ്ലസ് ടി കെ വരും. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു ബി സൈൻ ടി, സെഡ് ഈസ് ഈക്വൽ ടു ടി. അപ്പൊ ഇയാളാണ് നമ്മുടെ എലിപ്റ്റിക്കൽ ഹെലിക്സിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് തരാണ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ പ്ലസ് ടി കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നു. നിങ്ങളുടെ ആ ഇക്വേഷന്റെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എലിപ്റ്റിക്കൽ ഹെലിക്സ് എന്ന് പറയാം. ചിലപ്പോൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിരിക്കും പറയാം. അപ്പൊ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, എക്സ് വൈ സെഡിന്റെ കോർഡിനേറ്റ് വരയ്ക്കുക, അതിനനുസരിച്ചിട്ട് ഒരു എക്സും വൈയും സെഡും അതിനനുസരിച്ച് ഒരു ഹെലിക്സിന്റെ രൂപത്തിലുള്ള ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഒരു ഹെലിക്സ് വരയ്ക്കുക. ഇവിടെ വരുമ്പോൾ സർക്കുലർ ഹെലിക്സ് ആയിരിക്കും. അതിന്റെ ഒരു വിഷ്വൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. വിഷ്വൽ ഒന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. വിഷ്വൽ സർക്കുലർ ഹെലിക്സിന്റെയും എലിപ്റ്റിക്കൽ ഹെലിക്സിന്റെയും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതിന്റെ ഒരു വിഷ്വൽ കാണാം. സർക്കുലർ ഹെലിക്സിന്റെ ഇക്വേഷൻ ഉണ്ട്. സർക്കുലർ ഹെലിക്സിന്റെ വിഷ്വൽ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ പ്ലസ് ടി കെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത എക്സാമ്പിൾ. ആ എക്സാമ്പിളിന്റെ ഫിഗർ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഇതിലൊന്ന് നോക്കുക നിങ്ങൾ. ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഒരു ഫിഗർ കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു സർക്കുലർ ഹെലിക്സിന്റെ ഫിഗറാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് അടുത്തൊരു വെക്ടർ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ പ്ലസ് 3k എടുത്തു. 3k അതായത് സെഡ് വാല്യൂ എന്തായിട്ട് മാറി? ഒരു സ്കാലാർ ആയിട്ട് ഫിക്സ് ചെയ്തു. ഇവിടുന്ന് എന്ത് ചെയ്യാം? നമ്മുടെ സാധാരണ യൂഷ്വൽ വെക്ടർ വാല്യൂഡ് അല്ലെങ്കിൽ വെക്ടർ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താറ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്ന് റെപ്രസെന്റ് ചെയ്യും. വേർ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, സെഡ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി. ഇത് പ്രകാരം നമുക്ക് തന്ന ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു 2 കോസ് ടി ആയിട്ട് മാറും, വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ ടി ആയിട്ട് മാറും, സെഡ് ഈസ് ഈക്വൽ ടു 3 വരും. ഇതിനൊന്ന് നമുക്ക് ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ 2 സ്ക്വയർ കോസ് സ്ക്വയർ ടി വരും, 2 സ്ക്വയർ സൈൻ സ്ക്വയർ ടി വരും. 2 സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. സെഡ് ഈക്വൽ ടു 3. ഇനി ഈ പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആർ ഓഫ് ടി എന്നുള്ളത് എന്താണ്? നമ്മൾ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും വരക്കാം. ഈ പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ആക്സിസ് ഒന്നും കൂടി ഇവിടെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആർ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ സ്പേസിലാണ് പറഞ്ഞത്. സ്പേസിന് പകരം ഈ ഭാഗം ഞാൻ എലിമിനേറ്റ് ചെയ്തു. അതായത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ മാത്രമേ ഉള്ളൂ എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ പ്ലെയിനിലുള്ള ഒരു കർവായിട്ട് മാറും. ആ പ്ലെയിനിലുള്ള കർവ് എന്താ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. പ്ലെയിനിൽ ഇത് നമ്മുടെ എക്സ് പ്ലെയിനും ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും
ഇയാള് Z ആക്സിസും ആണെങ്കിൽ Z ഇല്ലാന്ന് കരുതുക, ഈ ഒരു കൊള്ളി അല്ലെങ്കിൽ ഈ ഒരു ആക്സിസ് ഇവിടെ ഇല്ലാന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മള് നമ്മുടെ ബോർഡ് എന്നുള്ള പ്ലെയിനിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. x² + y² = 2² എന്ന് പറഞ്ഞാൽ ഒരു 2 റേഡിയസിൽ 0 0 സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരും. Z ഉണ്ട് എന്ന് കരുതുക. Z-ന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ആരെ തന്നെ കിട്ടും? നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുള്ള സർക്കിൾ. ഇവിടെ 2 ഇവിടെ 2 ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നു. ആ സർക്കിൾ തന്നെ ആയിരിക്കും Z-ന്റെ വാല്യൂ 2 വരുമ്പോഴും. ദാറ്റ് മീൻസ് Z = 0 ആണ്. 3K 3 0 ആയാലും Z അവിടെ ഉണ്ടല്ലോ. Z ഇല്ലാതാക്കണ്ട, Z ഉണ്ടാവാൻ വേണ്ടിയിട്ട് 3K 3 0 ആയാലും മതി. 3 0 ആവുന്ന സമയത്ത് നമുക്ക് Z = 3 0 ആവുന്ന സമയത്ത് K-ന്റെ വെക്ടർ ഉണ്ടാവില്ല. അപ്പൊ K-ന്റെ വെക്ടർ ഇല്ലെങ്കിലും അവിടെ എക്സ്പ്ലിസിറ്റ്ലി എന്തുണ്ട്? K ഉണ്ട്. പക്ഷെ അതിന്റെ K-ന്റെ കൂടെയുള്ള h ആരായിട്ട് മാറി? h എന്നുള്ള ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ ആയിട്ട് മാറി. അപ്പൊ Z എന്നുള്ള പോയിന്റ് 0 എന്നുള്ള പോയിന്റ് ആയിട്ട് മാറി. അപ്പൊ എന്ത് വരും? x² + y² = z² 2² എന്നുള്ള ഒരു 2 റേഡിയസ് ഉള്ള സർക്കിൾ വരും. Z എന്നുള്ള പോയിന്റ് ഒറിജിൻ തന്നെയാണ്. അപ്പൊ നമ്മൾ വരച്ച് ഓൾറെഡി പ്ലോട്ട് ചെയ്ത സാധനം തന്നെ വരും. പക്ഷെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള സാധനത്തിൽ Z-ന്റെ വാല്യൂ എന്താണ്? 3. അപ്പൊ Z ആക്സിസിലെ 3 എന്നുള്ള പോയിന്റിൽ ഈ സാധനത്തിന് നേരെ കണ്ട് കൊടുന്നു വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കിട്ടും. ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. അതാണ് എന്ത്? ഇയാളുടെ ഗ്രാഫ്. നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? X ഉണ്ട്, Y ഉണ്ട്. X-ലും Y-ലും കൂടിയുള്ള ഒരു സർക്കിൾ Z ആക്സിസിൽ 3 എന്നുള്ള പോയിന്റിൽ വരും. അതായത് Z-ൽ 3 എന്നുള്ള ഒരു പോയിന്റിലുള്ളൊരു 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. x² + y² = 2² വരും. Z = 3 എന്നുള്ളതാണ് ഈ ഗ്രാഫ്. അതാണ് R ട്രേസ് ചെയ്യുന്ന ഗ്രാഫാണ് ഞാനിപ്പോ വരച്ചത്. ഇനി നിങ്ങൾക്കൊരു 2 എക്സാമ്പിൾസ് ചെയ്യാൻ തരാം. ആ എക്സാമ്പിൾസ് നിങ്ങൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ എക്സാമ്പിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യാം. R = = 2 sin t I plus 4 cos t j plus tk, t greater than or equal to 0. ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തേത് R = cos t I plus tj plus sin t k, t greater than or is equal to 0. മൂന്നാമത്തെ എക്സാമ്പിൾ R = ti plus 2tj plus cos t k, t greater than or equal to 0. And last one, R = 4i plus 2 cos t j plus 3 sin t k. ഈ 4 എക്സാമ്പിൾസിന്റെയും ഗ്രാഫ് draw the graph. Question ഇങ്ങനെയാണ്: draw the graph traced by the given vector function. ഓരോ ഫംഗ്ഷൻസും തന്നിട്ട് ആ ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് വരയ്ക്കുക. അപ്പൊ നിങ്ങൾ XYZ എന്നുള്ള പോയിന്റ്സ് വരയ്ക്കുക. XYZ എന്നുള്ള ഒരു ടേബിളിൽ വാല്യൂറ്റ് ചെയ്യുക. ആ ടേബിളിൽ T എന്നുള്ള പാരാമീറ്റർ ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് Z എന്നുള്ള T എന്നുള്ള പാരാമീറ്റർ ആയിട്ട് ആംഗിൾ എടുക്കുക. X-നും Y-ന്റെയും Z-ന്റെയും വാല്യൂസ് നിങ്ങൾ ഓരോന്നിലും ആദ്യത്തിൽ X ഇയാള്, Y ഇയാള്, Z ഇയാള്, രണ്ടാമത്തിൽ X, Y, Z അതിന്റെ ഇവാലുവേറ്റ് ചെയ്യുക. T എന്നുള്ളത് എന്താക്കി എടുത്താൽ മതി? ആംഗിൾ ആക്കി എടുക്കുക. T ആംഗിൾ ആക്കുമ്പോൾ 0, 2π, 3π/2, 0, π/2, π, 3π/2, 2π. പിന്നീട് അടുത്ത ആംഗിൾസ് അങ്ങനെ ഒരു 2 പീരിയോഡിക് ആയിട്ടുള്ള ആംഗിൾ നോക്കുക. ഒരു പീരിയോഡ് തന്നെ എടുത്താൽ മതി. കോസ് ടിയും സൈൻ ടിന്റെയും പ്രത്യേകത
ആ രണ്ട് ഫംഗ്ഷൻസും 2π പീരിയോഡിക് ആണ്. അപ്പൊ 2π വരെയുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് ഫിഗറിന്റെ പ്ലോട്ടിങ് കിട്ടും. 2π വരെയുള്ളത് കണ്ടിട്ട് ബാക്കിയുള്ളത് അതേ ഒരു പീരിയഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യുക. നമ്മൾ നേരത്തെ സർക്കുലർ ഹെലിക്സ് പറഞ്ഞപ്പോ 2π വരെയുള്ള ആംഗിൾ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ 2πക്ക് ശേഷം പിന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്യും. കാരണം സൈനും കോസും പിന്നെ 2π കഴിഞ്ഞാൽ ഒരേപോലെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. 2π പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ 4 എക്സാമ്പിൾസും നിങ്ങളൊന്ന് ചെയ്യുക. ചെയ്തിട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടാത്തുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വെക്ടർ ഫംഗ്ഷൻസിൽ ലിമിറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.